അർജുൻ പാണ്ഡ്യൻ IAS തൃശൂർ കളക്ടർ ആയതിനു ശേഷം സ്കൂൾ കുട്ടികളുമായിട്ടുള്ള ഒരു സംവാദം അതിങ്ങനെ എല്ലാ ആഴ്ചകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ 50-ാമത്തെ എപ്പിസോഡാണ്, 50-ാമത്തെ അധ്യായമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് ഈ മുഖാമുഖത്തിന്റെ 50-ാമത്തെ അധ്യായം നടക്കുന്നത് മുനിയാട്ടുകുന്ന് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ്. ഇന്ന് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളിലെ കുട്ടികളാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കളക്ടറുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അവരുടെ എന്താ പറയുക ആശങ്കകളും സംശയങ്ങളും ഒക്കെ ചോദിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ആകാംക്ഷയിലും ഒരു സന്തോഷത്തിലും ഒക്കെയാണ് കുട്ടികൾ. അപ്പൊ നമുക്ക് ഇന്ന് ആ കാഴ്ചകൾ കാണാം. ശരി, അപ്പൊ എല്ലാവരും ഇത് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമല്ലേ? സ്ഥിരമായിട്ടല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, ശരി. നമ്മൾ മീറ്റ് ദ കളക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളക്ടറേറ്റിൽ ചേംബറിൽ വെച്ചിട്ട് എല്ലാ ആഴ്ചയും ഒരു പരിപാടി നടത്താറുണ്ട്. പ്രധാനമായിട്ട് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും പിന്നെ മറ്റേതെങ്കിലുമൊക്കെ വെക്കേഷൻ സമയത്തൊക്കെ മറ്റാരെങ്കിലുമൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഇൻട്രാക്ഷൻ പോലെ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മുപ്ലിയൻ സ്കൂളിൽ നിന്നുള്ള കുട്ടികളും പിന്നെ കണ്ണേറ്റ് പാട സ്കൂളിൽ നിന്നും ഉള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. ഇന്നായിരിക്കും സ്കൂളുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 50-ാമത്തെ സെഷനാണ്. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് വരന്തരപ്പള്ളി സ്കൂളിൽ വന്നിട്ട് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും കുറച്ച് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് 50-ാമത്തെ സെഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മീറ്റ് കളക്ടർ പരിപാടിയിൽ നമ്മുടെ മുപ്ലിയൻ സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞ ഒരു ഐഡിയ ആണ്. നല്ലൊരു സ്പോട്ടുണ്ട് സ്കൂളിൻ്റെ അടുത്ത്, അപ്പോൾ അത് നല്ലോണം ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ പറയുകയുണ്ടായി. അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി. അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസത്തിൻ്റെയും റവന്യൂവിൻ്റെ ടീമൊക്കെ വന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഫുള്ളായിട്ടാക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ നല്ലോണം തുടങ്ങി വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ടൂറിസത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് DTPCക്ക് കുറച്ച് സ്ഥലം നമ്മൾ അനുവദിച്ചു കൊടുത്തു. ഇനി അവിടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ബിൽഡിങ്സും ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ പിന്നെ ടോയ്ലറ്റ് അതുപോലത്തെ കുറച്ചൊരു ബാരിക്കേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഇത് മാറാൻ സാധിക്കും. ഇത് നമ്മൾ കയറി വന്നപ്പോൾ തന്നെ മനസ്സിലായി. കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ നോക്കിയാൽ തൃശ്ശൂർ കുറച്ച് ഭാഗം തന്നെ കാണാൻ പറ്റും. നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 50-ാമത്തെ സെഷൻ ഇവിടെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരി, അപ്പോൾ ഓരോ സ്കൂളായിട്ടൊന്ന് പറഞ്ഞോ. സ്കൂളിൽ ആരെങ്കിലുമൊക്കെ ഏതൊക്കെ സ്കൂളിൽ നിന്നാണ് വന്നേക്കുന്നത് എന്താണെന്നുള്ളത്? ഓക്കെ സാർ, ഞങ്ങൾ വന്നിരിക്കുന്നത് CJM HSS വരന്തരപ്പള്ളി സ്കൂളിൽ നിന്നാണ്. എനിക്ക് സാർ ഒരു ചോദ്യമുണ്ട്. സാർ എല്ലാപ്പോഴും ഇത്ര തിരക്കുണ്ടായിട്ടും സാർ ഇങ്ങനെ 24 മണിക്കൂറും ചിരിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എവിടെ കണ്ടാലും സാർ എപ്പോഴും ചിരിച്ചാലും ഇരിക്കുന്നത്. ഓക്കെ, അല്ല നമുക്കത് ആക്ച്വലി നല്ലതാണല്ലോ. എപ്പോഴും ഒരു കാമായിട്ടുള്ള മൈൻഡും പീസ്ഫുള്ളായിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലോണം ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും. അപ്പോൾ ആക്ച്വലി അത് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ആക്ച്വലി പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് എത്രത്തോളം സ്ട്രെസ് ഉണ്ടെങ്കിലും മാക്സിമം കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ ഇതുപോലത്തെ ഇൻട്രാക്ഷൻ എല്ലാവരും കാണുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറലി ഹാപ്പി ആയിട്ടിരിക്കാൻ തോന്നും. ഞങ്ങൾ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെയാണ്, എബ്രോഡ് പോയി സെറ്റിൽ ആവണം. അപ്പോൾ എന്തുകൊണ്ടാണ് കളക്ടർ ആവാൻ തീരുമാനിച്ചത്? അത് സാലറി കൊണ്ടാണോ? അത് ആക്ച്വലി സാലറി കൊണ്ടാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഇതേ വർഷം എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനേക്കാളും കൂടുതൽ സാലറി ഉണ്ടാവും. പക്ഷേ ഈ സിവിൽ സർവീസിൽ സാലറിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ ഒരു കളക്ടർ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ജില്ലയിലെ മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വരും, കൂടുതലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും, നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിനായിട്ട് ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ കൂടുതലായിട്ടുള്ള പവേഴ്സും അതുപോലെ തന്നെ വരും. അതാണ് ഇതിൻ്റെ ഒരു IASൻ്റെ ഒരു പ്രത്യേകത. പറഞ്ഞ പോലെ തന്നെ കുട്ടിക്കാലമായിരുന്നപ്പോൾ തന്നെ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നുവെച്ചാൽ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇതിലോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എൻ്റെ സ്ഥലം ഇടുക്കിയാണ്. ഇടുക്കിയിൽ ഏലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് പരമാവധി ഇപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുമ്പോഴാണ്, ഇപ്പോൾ ഡോക്ടറിനെ കാണുമ്പോൾ നമുക്ക് ഡോക്ടർ ആവണമെന്ന് തോന്നും, പോലീസിനെ കാണുമ്പോഴത്തേക്ക് പോലീസ് ആവണമെന്ന് തോന്നും. അങ്ങനെ ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് സാധാരണ നമ്മളത് വരുന്നത്. ഞങ്ങളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലാന്റേഷൻ ഏരിയ ആയിരുന്നു, കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു ഡിഗ്രി തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം തന്നെയായിരുന്നു അവിടെ. പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ഗ്രാജുവലി കോളേജിലോട്ട് പോയി. അതിനുശേഷം
ഞാൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഇതിലോട്ട് ചിന്തിച്ചത്. ആ ഒരു ഫ്ലോയിൽ തന്നെ പോയി. പക്ഷേ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ഏതാണോ ഉള്ളത് അതിലോട്ട് എത്താനും സാധിച്ചു. കുട്ടിക്ക് എന്താണ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ്? ഓ സിമ്പിളായി. പിന്നെ എനിക്ക് പറ്റുമെങ്കിൽ മിസ് കേരള ആവണം. എൻ്റെ പേര് അനറ്റ്. ഞങ്ങളുടെ ഇവിടെ കള്ളായി ഭാഗത്തു നിന്ന് കുറേ പിള്ളേർ വരുന്നുണ്ട്. അവർ 3 കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഈ ബസ്സിൻ്റെ ഇത് കുറവാണ്. അപ്പോൾ അതെങ്ങനെ ഒന്ന് ശരിയാക്കി തരണം. ഒരു റിക്വസ്റ്റ്. തീരെ ബസ്സില്ലേ? ഒരു ബസ്സേ ഉള്ളൂ. ഓ ശരി. ഓക്കെ. ഓ ശരി. അല്ല ബസ് ഓടാതിരിക്കോ? വൈകുന്നേരം ഓടാറില്ലേ? ബസ്സിന്റെ പേരെന്താ? എങ്ങനെ? ലക്ഷ്മി ദുർഗ. ശരി ഓക്കെ. പിന്നെ SSLC എക്സാം ഇതുവരെ കഴിഞ്ഞ എക്സാം ഇത്തിരി ടഫായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള എക്സാം ഒന്ന് ഭയങ്കര ടഫായിരുന്നു. പാറ്റേൺ ഒക്കെ മാറിയതുകൊണ്ട് അപ്പൊ എക്സാം തലേ ദിവസം ഒന്ന് പറയണത് പാറ്റേൺ ഒക്കെ മാറിയാണ്. അപ്പൊ അതൊന്ന് കുറച്ച് അതെന്റെ കയ്യില്ല. പക്ഷേ അത് അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മൊത്തത്തിൽ ചെയ്യുന്നതാണ്. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് പൗർണമി. ഞാൻ വരുന്നത് പാലപ്പള്ളിയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ പാലപ്പള്ളി എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പാലപ്പള്ളി എന്ന് പറഞ്ഞൊരു വന്യമൃഗി അങ്ങനെ ഇറങ്ങുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ തൊഴിലാളികൾക്കായാലും ഇപ്പോൾ ഞങ്ങളുടെ വാസസ്ഥലത്തായാലും വന്യമൃഗം ഇറങ്ങിയിട്ട് ഭയങ്കര ആക്രമണമാണ്. അപ്പോൾ ഭയങ്കര ഞങ്ങളൊരു ഭീതിയോട് കൂടിയാണ് അവിടെ താമസിക്കണേ. അപ്പോൾ മാഷിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല ഇത് ഈ ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ട്. നമ്മൾ പല മീറ്റിങ്ങുകളിൽ നമ്മളിത് ചർച്ച ചെയ്യാറുണ്ട്. ആക്ച്വലി ജില്ലാ തലത്തിലും എല്ലാ മീറ്റിങ്ങിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ സോളാർ ഫെൻസിങ് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഫോറസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ RRTകൾ അതുപോലത്തെ സംഘങ്ങളൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇത് എന്തൊക്കെ ചെയ്താലും അവസാനം വന്നു കഴിഞ്ഞാൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും. വലിയ ഏരിയ ഉള്ളപ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഈ കാട് പോലെ കിടക്കുന്നത് ഈ അടിക്കാട് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ തെളിച്ചിടുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. പിന്നെ ഫെൻസിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആക്രമണം എന്തെങ്കിലും RRT സംഘങ്ങൾ ചെയ്യുക. അപ്പം അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും സമയം തോറും കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് കാട്ടിൽ ഭക്ഷണമില്ലാത്ത വെള്ളമില്ലാത്ത അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നോക്കാം. ഞാൻ കന്നാറ്റുപാട സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ അവിടെ നിന്നല്ല, മൊത്തത്തിൽ സ്കൂളിൽ പിള്ളേർ പഠിച്ച് കഴിഞ്ഞ് ജോലി കിട്ടാണ്ട് കുറേ പേരുണ്ട്. ഇഷ്ടം പോലെ അളവിൽ പഠിച്ചിട്ടും ജോലി കിട്ടാത്തവർ, അല്ലെങ്കിൽ പരീക്ഷയിൽ തോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി പോകുന്നവർ, ഇവർക്കൊക്കെ വേണ്ടി സാറിന് എന്താണ് പറയാനുള്ളത്? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു ഘട്ടമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലി കിട്ടുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ആ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ എത്ര നല്ല കോളേജിൽ പഠിച്ചവരാണെങ്കിലും അപ്പോൾ ഒരു ജോലിക്ക് കയറി അല്ലെങ്കിൽ അടുത്തതിലോട്ട് പോയി, അല്ലെങ്കിൽ ആദ്യത്തെ ജോലി കിട്ടാൻ തന്നെ ഒരുപാട് സമയം, ആ ഒരു ഘട്ടമാണ്. അത് ആക്ച്വലി കോളേജൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലി തപ്പുന്ന ആ ഒരു സമയം പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അതിപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം, പരമാവധി ട്രൈ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ആക്ച്വലി ആ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ജോലിയിലോട്ട് പോകണോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളത് ആവുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടാവും, പക്ഷേ നല്ല പോസിറ്റീവായിട്ടുള്ള സ്റ്റോറി ഉള്ളവരുണ്ടാവും. എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. സാർ, എൻ്റെ പേര് ഇമ്മാനുവൽ. ഞാൻ GS പ്ലേ സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ക്യാമ്പസിലുള്ള ഒരു പ്രശ്നമാണ്. ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ സൈഡിൽ 2 മരങ്ങളുണ്ട്. സോ മഴക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ അതിന് പുഴുക്കൾ ഇറങ്ങിയിട്ട് ഇത് നോട്ട് ചെയ്യുന്നില്ലേ? മഴക്കാലത്തും മഞ്ഞുകാലത്തൊക്കെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക? പരിഹാരം അങ്ങനെ മരങ്ങളുള്ളതാണോ? മരങ്ങളുണ്ട്. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടാണ് നിൽക്കണം. കെട്ടിടം നമുക്ക് എപ്പോഴും വേണമെങ്കിൽ വീഴാം. പിന്നെ പുഴുക്കളൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ് ടൈമിൽ. അത് നോക്കാം, മരം എന്തെങ്കിലും വെട്ടാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് നോക്കാം. ഹലോ സർ, എൻ്റെ പേര് ജാനിയ ജാക്സൺ. CJME HSSലെ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ നായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ്സിന് വേണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 3-4 നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കാൻ വന്നു. നേരെ വീട്ടിലേക്ക് ഓടി ബഹളം വെച്ച് നാട്ടുകാർ വന്ന് വീട്ടുകാരും വന്ന് പട്ടികളെ ഓടിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഈ പഞ്ചായത്തിൽ പരാതി കൊടുത്തപ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് അവരുടെ ഭാഗത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നാണ്. പക്ഷെ അവിടെ പട്ടികളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
ഇപ്പോൾ ഈ പട്ടീൻ്റെ കാര്യത്തിൽ ഇത് പൊതുവെയുള്ള പ്രശ്നമാണ്. അപ്പോൾ ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് മാത്രമല്ല, നാഷണൽ ഫുള്ളായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മുന്നേ എങ്ങനെയായിരുന്നു പറഞ്ഞാൽ പട്ടീനെ ഇപ്പോൾ ഇങ്ങനെ പ്രശ്നമായിട്ടുള്ള പട്ടികൾ അങ്ങനെയൊക്കെ കൊല്ലാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ആൻറ്റി ബർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ABC ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള സെൻറ്റർ നമ്മൾ ജില്ലയിൽ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒരു കോർപ്പറേഷനിൽ മാത്രമാണുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ചാവക്കാടിൽ സ്റ്റാർട്ട് ചെയ്യും, ഉടനെ സ്റ്റാർട്ട് ചെയ്യും, ഇപ്പോൾ മാളയിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഇത് നിയമപ്രകാരം നിന്നുകൊണ്ട് അതാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അത് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ട് അപകടകരമായിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ പട്ടികളുണ്ടെങ്കിൽ കൊല്ലാനുള്ള കാര്യം കൂടെ നോക്കുന്നുണ്ട്. സാർ, എൻ്റെ പേര് ആൻമറിൻ ജോണി. ഞാൻ CJMA-HSS 10th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. ആമ്പല്ലൂർ മുതൽ വയന്തപ്പള്ളി ആ റോഡ് വരെ എല്ലാം നല്ല പെർഫെക്റ്റ് റോഡാണ്. പക്ഷേ ഞങ്ങൾക്ക് നടപ്പാതയില്ല, ബസ് വരുമ്പോൾ ഒതുങ്ങിക്കാൻ സ്ഥലമില്ല, മുഴുവനും പുല്ല് പിടിച്ചൊക്കെ നിൽക്കുക. അപ്പം അതിന് സാധനം എന്തെങ്കിലും ചെയ്യാൻ പറ്റും? റോഡിൻ്റെ സൈഡിലല്ലേ? മുഴുവനും പുല്ല് പിടിച്ചൊക്കെ ഞങ്ങൾക്ക് നടപ്പാതയില്ല. സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ നടക്കുക ചെയ്യണേ. അതെ, ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. റോഡ് സേഫ്റ്റി അതുപോലത്തെ കാര്യങ്ങളൊക്കെ പലവട്ടം പറയാറുണ്ട്. ഇപ്പോൾ റോഡ് ഇപ്പം നടക്കാനുള്ള സൗകര്യം വേണം. നടക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ എപ്പോഴും വണ്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പക്ഷേ നടക്കുമ്പോൾ റോഡ് ചെറുതാകുമ്പോഴത്തേക്ക് ബസ് അതുപോലത്തെ വരുമ്പോഴത്തേക്ക് അപകടം കൂടെയാണ്. അപ്പോൾ അത് പരമാവധി ആ സൈഡ് തെളിച്ചിടുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. റോഡ് സൈഡ് അപ്പുറത്തും എല്ലാ വഴിയിലും PWD റോഡുണ്ട് അല്ലേ? ഓക്കെ, അല്ലാതെ നോക്കാം. ഗുഡ് ഈവനിങ് സാർ, എൻ്റെ പേര് ആൻഡ്രിയ. CJM തന്നെയാണ് പഠിക്കുന്നത്. സാർ ഇത്ര ആഗ്രഹിച്ച് നേടിയതല്ല IAS. സാർ എത്ര എഫേർട്ട് ഇട്ടുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാം ഞങ്ങൾ നേരിടാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മുന്നേ എത്ര സമയം മുന്നേ ഞങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങണം? അത് ക്രാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം? എന്തെങ്കിലും ഒരു റെമഡി? സിവിൽ സർവീസിനാണോ അല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം? ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരുന്നു. ഇപ്പോൾ ഏത് ക്ലാസ്സാണ് പഠിക്കുന്നത്? ഇപ്പോൾ 9th. ഞാൻ പഠിക്കുന്നത് 9th. ഓക്കെ. നമ്മളിപ്പോൾ ഒരു സാധാ ഒരു എക്സാം ഉണ്ടല്ലോ, ഇപ്പോൾ 9th 8th ഇപ്പോൾ എക്സാം ചെയ്തിട്ടുണ്ടാവല്ലോ. ആക്ച്വലി ആ എത്ര സബ്ജക്റ്റ് ഇപ്പോൾ ഉള്ളത്? ഇപ്പം ഞങ്ങൾക്ക് അറൗണ്ട് 10ന്റെ അടുത്ത് സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഫൈനൽ എക്സാം ആയപ്പോഴത്തേക്ക് പ്രിപ്പയർ ചെയ്തല്ലേ? ഏകദേശം അത് തന്നെയാണ് ഏതൊരു എക്സാമും. ഇപ്പോൾ 10th ആകുമ്പോഴത്തേക്ക് പബ്ലിക് എക്സാം ഉണ്ടാവും, +2 ആകുമ്പോഴത്തേക്ക് പബ്ലിക് എക്സാം ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു സ്റ്റേജ് ഉണ്ടാവുള്ളൂ നിങ്ങൾ പഠിച്ചിട്ട്. മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ പ്രോപ്പർ ക്ലാസ് ആയിട്ടുണ്ടാവില്ല. അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസം. പിന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിലെന്തൊക്കെയാണ് വേണ്ടത്. അപ്പം ഈ ഭാഗത്തു നിന്നൊക്കെ കൂടുതലായിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഭാഗങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. എന്താണ് എക്സാം എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ സാധാരണ പഴയ കുറച്ച് വർഷത്തെ എക്സാംസിൻ്റെ ആൻസർ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതൊക്കെ നമ്മൾ കുറച്ചെടുത്ത് നോക്കും. അതാണ് ജനറലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുക. പിന്നെ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. പിന്നെ സിവിൽ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിലൊക്കെ നല്ലോണം പങ്കെടുക്കാം. ഡെഫിനറ്റ്ലി പഠിക്കണം. എൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നല്ലോണം പങ്കെടുക്കാം, വായിക്കാം, പിന്നെ മറ്റ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാം. പിന്നെ എന്താണോ നിങ്ങൾക്ക് വീക്ക്നെസ് ആയിട്ട് തോന്നുന്നത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാകും, അതിൽ നല്ലോണം ഫോക്കസ് ചെയ്യുക. പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് സിവിൽ സർവീസ് അതുപോലത്തെ എക്സാമിന് പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. ഇനി ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കാം. കോളേജൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ആകുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. സാർ, എൻ്റെ പേര് വൈഗ KB. ഞാനും CJM തന്നെയാണ് പഠിക്കണത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ സ്പീഡ് ബ്രേക്കർ ഇല്ല. സോ വെഹിക്കിൾസ് ഒക്കെ വരുമ്പോൾ അത് ഭയങ്കര പിന്നെ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴും. അല്ല, ഇത് സ്പീഡ് ബ്രേക്കറിന്റെ സ്കൂളിന്റെ ഫ്രണ്ടിലെ സ്പീഡ് ബ്രേക്കർ അല്ലേ? ഓക്കെ. സ്പീഡ് ബ്രേക്കേഴ്സ് ആയിട്ട് ഇപ്പൊ ലൈൻസ് ഉണ്ടോ? സീബ്ര ലൈൻസ് ഉണ്ടോ? ലൈൻസ് ഉണ്ട്. ഇപ്പൊ വലിയ ഈ ഹമ്പ് അതുപോലത്തെ ഒന്നും ഇപ്പം അതുപോലത്തെ ചെയ്യുന്നില്ല. കാരണം വണ്ടികൾക്ക് അപകടം വരും. ഇപ്പോൾ പക്ഷെ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യാം. അപ്പോൾ ലൈറ്റ് വെച്ചിട്ടുള്ള റിഫ്ലക്റ്റേഴ്സ് ഇങ്ങനെ ഒരുപാട് ചെയ്യാറുണ്ട്. PWD റോഡാണോ? അപ്പോൾ അത് അവരുമായിട്ട് ആലോചിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നോക്കാം. ശരി. ഹായ് സാർ, എൻ്റെ പേര് ഹെൽനാറോസ് ബാബു. CJM തന്നെയാണ്. 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇയാൾ ചോദിച്ചല്ലോ സാലറി കൊണ്ടാണോ താങ്കൾ IAS തിരഞ്ഞെടുത്തത്. ഇതുപോലെ സാറിൻ്റെ അഭിപ്രായത്തിൽ പൊതുജനങ്ങൾക്ക് IAS എന്നൊരു ഇതിനോട് ഉള്ള ഒരു തെറ്റായ ധാരണ എന്തായിരിക്കും? ഇപ്പോൾ പ്രിപ്പറേഷൻ്റെ കുറച്ച് തെറ്റായ ധാരണകളുണ്ട്. ഇപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ പഠിച്ച് തുടങ്ങണം. പിന്നെ ഇതുപോലത്തെ ക്യൂസ് അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര നോളജ് വേണം, ഒരുപാട് നോളജ് വേണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് സിവിൽ സർവീസിൻ്റെ ഒരു പ്രോപ്പർ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം മാത്രമാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോലെ
ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം. പക്ഷേ അതിൻ്റേതായ കുറച്ച് റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഡിഗ്രി മാത്രമാണ് ക്വാളിഫിക്കേഷനുള്ള അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ IAS കുറിച്ച് പറയുമ്പോൾ നമ്മൾ കളക്ടർ എന്നാണ് കൂടുതൽ കേൾക്കുക. പക്ഷേ കളക്ടർ പോസ്റ്റ് നമുക്ക് മെയിൻലി ഒരു 2 to 3 years ആണ് ഒരു ജില്ലേൻ്റെ കളക്ടറായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിന് മുമ്പും ആഫ്റ്ററും ഒരുപാട് വേറെ പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ അസിസ്റ്റൻറ്റ് കളക്ടർ, പിന്നെ സബ് കളക്ടർ, പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഏതെങ്കിലും ഡയറക്ടർ അതുപോലത്തെ പോസ്റ്റിലുണ്ടാവും. പിന്നെയാണ് കളക്ടറായിട്ട് പോസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം ഏതെങ്കിലുമൊക്കെ വകുപ്പിൻ്റെ സീനിയർ ഡയറക്ടർ, അപ്പോൾ അത് അങ്ങനെ ഏതെങ്കിലും പോസ്റ്റിലാണ് ഉണ്ടാവുക. ഗുഡ് ഈവനിങ് സർ, എൻ്റെ പേര് സേറ, ഞാൻ CJM തന്നെയാണ് 9th ഗ്രേഡിലാണ് പഠിക്കുന്നത്. സാറിനെ ഈ ജോബിലേക്ക് ഇൻസ്പയർഡ് ആയതും മോട്ടിവേറ്റ് ചെയ്തതും എന്ത് തരം കാര്യങ്ങളാണ്? ഈ ഒരു ജോബിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുക. നമ്മളിപ്പോൾ 1 വർഷം 2 months ആയി തൃശ്ശൂർ വന്നിട്ട്, പക്ഷെ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. അത് തന്നെ ആക്ച്വലി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഓരോ പുതുമയായിരിക്കും. പിന്നെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എല്ലാം നടക്കില്ല, പക്ഷേ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും, ചില കാര്യങ്ങൾ ഒരുപാട് സമയമെടുത്ത് നടക്കും. അപ്പോൾ ഈ പ്രൊജക്റ്റ് തന്നെ വന്നില്ല, പക്ഷേ നമുക്കൊരു തുടങ്ങി വയ്ക്കാൻ പറ്റി, പക്ഷേ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മുന്നാട്ടുകുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കുന്ന മെയിൻ തടസ്സം ഭൂമിയാണ്. അപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണ്. ആ ഭൂമി നമുക്ക് DTPCക്ക് ബേസിക്കായിട്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ നമുക്ക് അനുവദിച്ച് കൊടുത്തു. ഇനി അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫണ്ട് വേണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം എടുക്കും, പക്ഷേ ആ ഒരു കുറച്ച് സമയം എടുത്താലും നമുക്കിതൊന്ന് നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും പുതിയതായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ പുതിയതായിട്ട് ടൂറിസം ഇതുപോലത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡാംസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഡാംസ്, വാട്ടർ ബോഡീസ്, അവിടേക്ക് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ടൂറിസം മാത്രമല്ല, മറ്റ് മേഖലകളിലും ഇപ്പോൾ ട്രൈബൽ ഏരിയാസ് ആയാലും മറ്റ് ഏതെങ്കിലും ഇഷ്യൂസ് ആയാലും നമുക്ക് നോക്കിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സർ. ഹായ് സാർ, എൻ്റെ പേര് മിഷേൽ. ഞാനും CJM തന്നെയാണ് വരുന്നത്. എന്നെ ഒരു ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർ വരെ മയക്കുമരുന്ന് അഥവാ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ കേരളത്തേക്ക്, ഈ ജില്ലയ്ക്ക്, നമ്മുടെ സ്കൂളിൻ്റെ അടുത്തേക്ക് അവർ വിതരണം ചെയ്യാനായിട്ട് വരുന്നത്. അത് ലഭ്യമാവുന്നത് കൊണ്ടല്ലേ ഈ കുട്ടികളൊക്കെ അത് യൂസ് ചെയ്യണത്. അപ്പോൾ അത് ഇങ്ങനെ ലഭ്യമാവുന്നത് തടയാനായിട്ട് എന്ത് നിലപാടാണ് എടുക്കാൻ സാധിക്കുക? ഈ ലഹരി അത് ആക്ച്വലി വലിയൊരു സോഷ്യൽ ഈവലായിട്ട് മാറിയേക്കാണ്. ആക്ച്വലി ഇപ്പോൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ലഭ്യത ഒരുപാട് കൂടിയിട്ടുണ്ട്, സർക്കുലേഷൻ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഉള്ളപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പിടിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഒരുപാട് കൂടുതൽ സർക്കുലേഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു ക്യാമ്പയിൻ എന്നുള്ള രീതിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ജനങ്ങളുടേതും കുട്ടികളുടേതും ഇൻഫർമേഷൻ എവിടേക്കാണ് സർക്കുലേഷൻ ഉള്ളത്, അപ്പോൾ അതുപോലത്തെ ക്യാമ്പയിൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് കൂടുതലായിട്ട് അവരെ ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക, കൂടുതൽ ജാഗ്രതാ സമിതികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്യാമ്പയിൻ മോഡിലാണ് ഇപ്പോൾ ഗവൺമെൻറ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് തടയാനായിട്ട് വല്ല സംഘടനകൾ തുടങ്ങാനോ അഥവാ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും? അല്ല, ഇപ്പോൾ സ്കൂളുകൾ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻസ്, പിന്നെ പരാതിപ്പെട്ടി സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുതിയതായിട്ട് സ്ഥാപിച്ചല്ലേ? ഇല്ലേ? അല്ല, മുന്നേ തന്നെ ഉണ്ടോ? ഇപ്പോൾ പരാതിപ്പെട്ടികൾ ആക്ച്വലി ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഏകദേശം എല്ലാ സ്കൂളിലും ആയെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊരു പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്പേഴ്സ് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സിന് ആർക്കെങ്കിലുമൊക്കെ, അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വരാതെ തന്നെ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഇതിലെന്തായാലും അകപ്പെട്ട് പോയി യൂസ് ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ, അപ്പോൾ അതിൻ്റെ കൗൺസിലിംഗ് അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഓരോരുത്തർ വിചാരിക്കണം, കൂടെ ഉള്ളവർ വിചാരിക്കണം, എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. നമസ്കാരം സാർ, എൻ്റെ പേര് മാർട്ടീന റോസ്. CJM അസംഷൻ വരന്തരപ്പള്ളി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്? ജീവിതത്തിൽ ഇത്ര തിരക്കുകളുണ്ടല്ലോ, ഓട്ടം, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ട്രക്കിംഗ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ ഇപ്പോൾ ഇല്ല, മുന്നേ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനത്തെ കാര്യം. സാറിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി, കൊച്ചു പിള്ളേർക്ക് വേണ്ടി കാഴ്ചവെച്ചതിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. പക്ഷേ ഇതുപോലത്തെ ഇൻട്രാക്ഷൻ നടത്തുന്നത് നമുക്കും നല്ലതാണ്. എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഒരുപാട് സീരിയസ് ആയിട്ടുള്ള മീറ്റിങ്സും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങളുമായിട്ട് കുറച്ച് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡും ആക്ച്വലി ഫ്രീ ആവും. മുപ്പള സ്കൂളിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ലക്ഷ്മി. അപ്പോൾ സാർ IAS പ്രിപ്പറേഷൻസ് ടൈമിൽ സാറിന് കുറേ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത്, ഏതൊക്കെയായിരുന്നു സ്ട്രഗിളായിട്ട് വന്നത്? ഇതിന് ഞാൻ 2 വർഷം പ്രിപ്പയർ ചെയ്തായിരുന്നു. പക്ഷെ ആ ഒരു പ്രിപ്പയർ ചെയ്ത ഒരു നല്ലൊരു സ്റ്റേജ് ആയിരുന്നു. അപ്പോൾ ആ ഒരു
ഒരു കാലഘട്ടം തന്നെ ആക്ച്വലി ഒരു ട്രെയിനിങ് പോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് പിന്നീട് യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് പലതായിട്ടുള്ള ഇപ്പോൾ ഒരു 2 വർഷം നിൽക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ ഫസ്റ്റ് പ്രിലിംസ് കിട്ടി, പിന്നെ മെയിൻസ് കിട്ടിയില്ലായിരുന്നു. രണ്ടാമത്തേലും ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തു. പക്ഷെ എന്നാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് രണ്ടാമത്തേൽ യൂസ്ഫുള്ളായി. പ്രിലിംസ് ക്ലിയർ ചെയ്യപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. പിന്നെ ആ സമയത്ത് കടന്നത് ആക്ച്വലി നല്ലൊരു ഫേസ് ആയിരുന്നു. ഉള്ളപ്പോൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെ ആയിരിക്കും, സക്സസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഉപദേശമായിട്ട് പറയുമ്പം കയറിക്കഴിഞ്ഞെന്നും പറയാം, പക്ഷെ ആ ഒരു കാലഘട്ടം ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. Hello sir, I am Joel from CGMA. Can you share experience about when you were mountaineer? ഞാൻ മൗണ്ടനിയറിങ്, എൻ്റെ സ്ഥലം ഇടുക്കിയാണ്. അപ്പം അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകണം തന്നെ ഇതുപോലത്തേക്ക് കുന്നൊക്കെ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം എല്ലാ സ്ഥലത്തേക്കും റോഡൊക്കെ ആയി. പക്ഷേ ചെറുതായിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. അപ്പം ഈ ട്രെക്കിങ് അതുപോലത്തെ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് IAS ട്രെയിനിങ്ങിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനത്തെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ കുറച്ച് ഇപ്പോൾ ഒരു ഹാഫ് ഡേ ട്രെക്കിങ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു 10 days ട്രെക്കിങ് ഉണ്ടാവും. അപ്പോൾ അപ്പോഴാണ് ഇതിലോട്ടുള്ള ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഈ മൗണ്ടനിയറിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാർജിലിംഗിൽ. പിന്നെ കിളിമഞ്ചാറോ ഞാൻ കയറിയിട്ടുണ്ട്, മൗണ്ട് എൽബ്രസ് കയറിയിട്ടുണ്ട്, പിന്നെ ഹിമാലയസിൽ 1-2 പീക്സ് കയറിയിട്ടുണ്ട്. താങ്ക് യു സർ. ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വന്നിട്ട് തൃശ്ശൂർ വന്നിട്ടാണ് അല്ല ഇവിടെ വന്നിട്ട്. ഓക്കെ നല്ല സ്ഥലമാണ്. ഇപ്പം അധികം കയറാനുണ്ട്, പക്ഷെ എന്നാലും വന്നിട്ട് കുറച്ച് നേരം കയറിയിട്ട് നല്ലൊരു വ്യൂ ആയിട്ടുള്ളതും നല്ലൊരു കാറ്റും നല്ലൊരു സ്ഥലമാണ്. കുറച്ച് നേരം വന്നിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാനുള്ള പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ടൗണിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് മാറിയിട്ട് ഇങ്ങനെ ഒരു അന്തരീക്ഷം കിട്ടുന്നത് നല്ലതാണ്. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ആൾക്കാർ എന്തായാലും വരും. തൃശ്ശൂർ അടിപൊളിയല്ലേ? ഓക്കെ, തൃശ്ശൂർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ സ്ഥലങ്ങളും ആൾക്കാരും എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുഖാമുഖം മീറ്റ് ദ കളക്ടർ എന്നുള്ള പരിപാടിയുടെ 50ാമത്തെ അധ്യായമാണ്. അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറേ ആയിട്ട് നടക്കുന്നുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അനുഭവം? ഈ ഒരു പരിപാടിയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരായിട്ടുള്ള ഇൻട്രാക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിത് ആക്ച്വലി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പ്രധാനമായിട്ട് നമ്മൾ കുട്ടികളും കോളേജിലുള്ളവരുമായിട്ട് ഇടയ്ക്ക് വന്ന് കാണാറുണ്ട്, അല്ലെ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഫോർമലായിട്ട് ഒരു ഡയറക്റ്റായിട്ട് അവരുമായിട്ട് സംസാരിക്കുള്ളത് അവർക്കും അവസരം കിട്ടാറില്ല, നമുക്കും അവസരം കിട്ടാറില്ല. അപ്പോൾ പ്രധാനമായിട്ട് ആ ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എല്ലാ ആഴ്ചയും ഒരു ദിവസം ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രധാനമായിട്ടും ബുധനാഴ്ചയാണ് ഇത് നടത്തുന്നത്. ഉള്ള ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു സമയം, അപ്പോൾ ഓഫീസിൻ്റെ വർക്കിംഗ് ബാധിക്കില്ല. ആ ഒരു സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് തുടങ്ങിയത്. ചെറുതായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം എല്ലാ ആഴ്ചയും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു പോയി. അപ്പോൾ നമ്മളിപ്പോൾ 50th എത്തി. നല്ലൊരു അനുഭവമായിരുന്നു. ഏകദേശം 30 മേലെ സ്കൂളുകൾ പങ്കെടുത്തു. അപ്പോൾ 500 മേലെ സ്കൂൾ കുട്ടികളും 200 മേലെ കോളേജ് കുട്ടികളും ഏകദേശം ഒരു 1500ഓളം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്കും വരുന്നവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. സാധാരണ ഒരു പരാതി അങ്ങനെയൊക്കെയാണ് കളക്ടറേറ്റിൽ അവിടെയൊക്കെ വരുന്നത്. പക്ഷെ അതിനപ്പുറം ഒരു ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ, ഒരു സൗഹൃദം പങ്കുവയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടും ആണ് അവർ വരുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊരു എക്സ്പീരിയൻസ്, ഇപ്പോൾ ഈ ഒരു പൊസിഷനിലിരിക്കുന്നവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഒഫീഷ്യൽ ഇൻട്രാക്ഷൻ എന്നുള്ളതിന് ഉപരി അവർ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഉള്ളിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടല്ലേ? ഒരു കളക്ടർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ പരാതി പറയാനുള്ളതല്ല, പക്ഷെ അവരുടെ ഒരു സൗഹൃദം പങ്കുവയ്ക്കുക. അതിപ്പോൾ അവർ ക്ലാസ്സിൽ ഇതൊക്കെയാണ്, സ്കൂളിൽ ഇതൊക്കെയാണ്, അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ്, വീട്ടിലെ എക്സ്പീരിയൻസ്, സ്കൂളിലെ എക്സ്പീരിയൻസ്, ഇപ്പോൾ ഒരു ചുറ്റിലും കാണുന്ന ഒരു എക്സ്പീരിയൻസ്, അങ്ങനെ ഒരു സൗഹൃദം പോലെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇതിലൂടെ ഉദ്ദേശം വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഡയറക്റ്റായിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ സ്കൂളിലെ പ്രശ്നങ്ങൾ പറയാറുണ്ട്. സ്കൂളിലെ വലിയ ബിൽഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും ഒരു ജനറലായിട്ട് അവർ പറയുന്ന ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റ് പറയാറുണ്ട്. അപ്പോൾ ഈ വരുന്ന സ്കൂളുകളിലെല്ലാം നമ്മളൊരു സ്പോർട്സ് കിറ്റ് CSR മുഖേന കണ്ടുപിടിച്ചിട്ട് നമുക്ക് എല്ലാ സ്കൂളുകൾക്കും നമുക്ക് സ്പോർട്സ് കിറ്റ് പകുതി നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ബാക്കി പകുതി നമ്മൾ കൊടുക്കാറായിട്ടുണ്ട്. അത് ഉടനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇന്ന് ഇൻട്രാക്ഷൻ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മുനിയാടും കുന്നാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ടൂറിസം സാധ്യതകളൊക്കെ കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ടാണ് ഇന്ന് ലോക ടൂറിസം ദിനം നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ മഴയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മുനിയാടും കുന്നിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയും. നമ്മൾ ഇന്നത്തെ ദിവസം 50ാമത്തെ ഒരു എപ്പിസോഡ് ഇവിടെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ 27th പിന്നെയാണ് ആക്ച്വലി വേൾഡ് ടൂറിസം ഡേ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് വന്നത്. കോയിൻസിഡൻസ് ആയിരുന്നു. ഈ പ്രധാനമായിട്ട് ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള കാരണം മുപ്ലിം സ്കൂളിലെ കുട്ടികൾ ഒരു ദിവസം ഇൻട്രാക്ഷൻ വന്നിട്ടുണ്ട്. ഒരാഴ്ച അവരായിരുന്നു. അപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞ ഒരു ഐഡിയ ആയിരുന്നു, ഇപ്പോൾ അവരുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഈ ലൊക്കേഷനെ കുറിച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്,
കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ര ഇവിടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയിക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ടീമൊക്കെ ഇവിടെ പലവട്ടം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള നടപടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ DTPCനെ കൊണ്ട് ഇവിടെ കുറച്ച് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭൂമി അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, റവന്യൂവിൻ്റെ ഭൂമി. പിന്നെ ബാക്കി ഇതിൻ്റെ ഒരു DPR എന്തൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്നും ഇവിടെ ഒന്നും ചെയ്യില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ ഇപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റി, ഇപ്പോൾ നിൽക്കാനുള്ള ബാരിക്കേഡിങ്, അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നവർക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സൗകര്യം കൊടുത്താൽ അല്ല മറ്റു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോകും. അപ്പോൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ പൂരത്തിൻ്റെ സമയത്ത് വെടിക്കെട്ട് തന്നെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കാറ്റാണ്. ഏകദേശം വലിയ ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുള്ള കയറ്റുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ലാൻഡിൻ്റെ ഇത് കഴിഞ്ഞു, ഇനി ബാക്കി DPR പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, മറ്റ് ഫണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ മാറ്റാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു.